ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 10 സംസ്ഥാനങ്ങളിലെ 37 രാജ്യസഭാ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. വിജ്ഞാപനം ഈ മാസം 26-ന്, വോട്ടെടുപ്പ് മാർച്ച് 16-ന്. ഉൽപാദനം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിന് രാജ്യം മുൻഗണന നൽകുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. അതിദാരിദ്ര്യമുക്ത യജ്ഞത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മികച്ച സംഭാവന നൽകിയതായി മന്ത്രി എം പി രാജേഷ്. സംസ്ഥാന തദ്ദേശ ദിനാഘോഷം മന്ത്രി കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ച് കൊല്ലം വിജിലൻസ് കോടതി. സംസ്ഥാനത്ത് റമളാൻ വ്രതാരംഭം നാളെ. ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള വലിയ നോമ്പിന് തുടക്കമായി. 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. മത്സരം രാത്രി 7 മണിക്ക്. വാർത്തകൾ വിശദമായി. 10 സംസ്ഥാനങ്ങളിലെ 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഈ മാസം 26-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. മാർച്ച് 5 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. മാർച്ച് 16-നാണ് വോട്ടെടുപ്പ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന നാവികസേനയുടെ അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂ രാഷ്ട്രപതി ദ്രൗപദി മുർമു അവലോകനം ചെയ്തു. 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും കപ്പലുകളും അന്തർവാഹിനികളും ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര സഹകരണവും സുരക്ഷയും എടുത്തു കാണിക്കുന്ന പരിപാടി ഈ മാസം 25-ന് സമാപിക്കും. ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റ് 2026 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. ഇന്ന് എസ്റ്റോണിയ പ്രസിഡന്റ് അലർ കരീസ്, കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുത്ത ഗവേഷണ സിമ്പോസിയം നടന്നു. ഉൽപാദനം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിന് രാജ്യം മുൻഗണന നൽകുന്നതായി ശ്രീ വൈഷ്ണവ് വ്യക്തമാക്കി. സാങ്കേതിക രംഗത്ത് സ്ത്രീകളെ കൂടുതൽ ശാക്തീകരിക്കാൻ ഉച്ചകോടി വഴിയൊരുക്കുമെന്ന് കെനിയയിൽ നിന്നുള്ള മനഃശാസ്ത്ര വിദഗ്ധ എമിലിയാന എംപലെങ്ക ആകാശവാണിയോട് പറഞ്ഞു. This is such a big opportunity for me as a woman, and I find that this platform is good because it removes the barriers that sometimes come in technology because now it didn't matter my age or my gender, and here I am. It's my first time in New Delhi and I really love it, plus all the amazing people I've met. Thank you. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സ്പെയിൻ, സെർബിയ, എസ്റ്റോണിയ പ്രസിഡന്റുമാരുമായും ഫിൻലൻഡ്, ക്രൊയേഷ്യ, കസാഖിസ്ഥാൻ, ഭൂട്ടാൻ പ്രധാനമന്ത്രിമാരുമായും വിവിധ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നവീകരണം പൂർത്തിയാക്കിയ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ചരിത്ര പ്രസിദ്ധമായ AR സെന്റർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്ന് ഉദ്ഘാടനം ചെയ്യും. യൂണിവേഴ്സിറ്റി കോളേജിന്റെ ആദ്യ മലയാളി പ്രിൻസിപ്പലും മലയാളം സംസ്കൃത വിഭാഗങ്ങളുടെ മേധാവിയുമായിരുന്ന AR രാജവർമ്മയുടെ പേരിലുള്ള കെട്ടിട സമുച്ചയം 3.5 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. സംസ്ഥാനത്ത് അതിദാരിദ്ര്യമുക്ത യജ്ഞത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മികച്ച സംഭാവന നൽകിയതായി മന്ത്രി എം പി രാജേഷ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകി വരുന്ന പദ്ധതി വിഹിതത്തിൽ രാജ്യത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന തദ്ദേശ ദിനാഘോഷം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഏതാനും വർഷങ്ങൾക്കിടയിൽ വലിയ ഉത്തരവാദിത്തങ്ങളാണ് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് ഏറ്റെടുക്കുകയും വിജയകരമായി നിറവേറ്റുകയും ചെയ്തത്. കേരളത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി താഴെ തലത്തിൽ നിറവേറ്റിയത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. പങ്കാളിത്ത രീതിയിലുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് ആരാണ് നമ്മുടെ സമൂഹത്തിലെ അതിദരിദ്രർ എന്ന് കണ്ടെത്തിയത്. ചടങ്ങിൽ MV ഗോവിന്ദൻ MLA അധ്യക്ഷനായി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം. കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പ കേസുകളിൽ തന്ത്രിയുടെ ജാമ്യ ഹർജികളിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല, കേരളത്തിന് പുറത്തു പോകാൻ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. മാധ്യമങ്ങളോട് ആശയവിനിമയം നടത്തരുതെന്നും കോടതി കർശന നിർദ്ദേശം നൽകി. വയനാട് പുത്തുമലയിലെ ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ ദുരന്തബാധിതരുടെ പ്രതിഷേധം. ദുരന്തബാധിതരെ പുനരധിവസിപ്പിച്ച മേപ്പാടിയിലെ ടൗൺഷിപ്പ് ഭൂമി അതിദരിദ്രർക്കുള്ള പദ്ധതിക്കായി മാറ്റിയെന്നാരോപിച്ചാണ് പ്രതിഷേധം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിഷേധക്കാർ തടഞ്ഞു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരെ ആക്രമിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് KGMOA.
ആശുപത്രിയിൽ നവജാത ശിശു മരണപ്പെട്ട സംഭവം അതീവ ദൗർഭാഗ്യകരമാണെന്നും എന്നാൽ സംഭവത്തെ മറയാക്കി നടന്ന അതിക്രമങ്ങൾ അപകടകരമായ പ്രവണതയാണെന്നും KGMOA വ്യക്തമാക്കി. ഇതിനെതിരെ സംഘടനയുടെ തിരുവനന്തപുരം ജില്ലാ ഘടകം ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കുമെന്നും അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 22-ന്. പരിപാടിയുടെ 131-ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 20 വരെ അറിയിക്കാം. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിന് ശേഷം തെറ്റുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകിയവർക്കുള്ള ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഭിന്നശേഷി അധ്യാപന നിയമനത്തിലെ സുപ്രീംകോടതി വിധി അടിസ്ഥാനമാക്കിയുള്ള സംവരണം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമാക്കിയതായി മന്ത്രി വി ശിവൻകുട്ടി. 20,000-ഓളം അധ്യാപകർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. നിയമന തീയതി മുതലുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുമെന്നും പ്രപ്പോസലുകൾ 2 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള വലിയ നോമ്പിന് തുടക്കം കുറിക്കുന്ന വിഭൂതി ബുധൻ ഇന്ന് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. നോമ്പുകാലം ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ കുരിശുമല തീർത്ഥാടന കേന്ദ്രങ്ങൾ സജീവമായി. ഏപ്രിൽ 5-നാണ് ഈസ്റ്റർ. സംസ്ഥാനത്ത് റമദാൻ വ്രതാരംഭം നാളെ. മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ റമദാൻ 1 വ്യാഴാഴ്ചയായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിക്കുകയായിരുന്നു. ഒമാൻ ഒഴികെ ഗൾഫ് നാടുകളിൽ ഇന്നാണ് വ്രതാരംഭം. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് റംസാൻ വ്രതാരംഭത്തിന് നാളെ തുടക്കം. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് വിശ്വാസികൾ വ്രതമനുഷ്ഠിക്കുകയും പ്രാർത്ഥനകളിൽ മുഴുകുകയും ഗ്രന്ഥപാരായണം നടത്തുകയും ചെയ്യും. നോമ്പ് തുറന്ന സമയം മസ്ജിദുകൾ കേന്ദ്രീകരിച്ചും അല്ലാതെയും ഇഫ്താർ സംഗമവും നടക്കും. രാത്രിയിൽ പ്രത്യേക നമസ്കാരവും ഉണ്ടാകും. സക്കാത്ത് എന്ന പേരിൽ പ്രത്യേക ദാനകർമ്മങ്ങൾ ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ ദിനരാത്രങ്ങളും റംസാനിലാണ്. ICC 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7 മണിക്ക് അഹമ്മദാബാദിലാണ് മത്സരം. ദക്ഷിണാഫ്രിക്ക UAE മത്സരം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ നമീബിയയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 127 പോയിന്റ് താഴ്ന്ന് 83,324-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 35 പോയിന്റ് കുറഞ്ഞ് 25,690-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 14,135 രൂപയും പവന് 1,13,080 രൂപയുമാണ് ഇന്നത്തെ വില. പഴയ വാഹനങ്ങൾ പൊളിച്ച് ആക്രിയാക്കാനും സ്ക്രാപ്പ് സർട്ടിഫിക്കറ്റ് നൽകാനുമുള്ള കേന്ദ്രം മലപ്പുറം എടപ്പാളിൽ ആരംഭിക്കുന്നു. കണ്ടനകത്തെ KSRTC കേന്ദ്രത്തിൽ നാളെ മന്ത്രി KB ഗണേഷ് കുമാർ കെട്ടിടത്തിന് തറക്കല്ലിടും. മോട്ടോർ വാഹന നിയമ ഭേദഗതിയെ തുടർന്ന് 15 വർഷമായ വാഹനം വീണ്ടും ഫിറ്റ്നസ് കിട്ടിയില്ലെങ്കിൽ ആക്രിയാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് സർക്കാർ നിർദ്ദേശം ഉണ്ടായിരുന്നു. തീരദേശ സുരക്ഷാ അവബോധം, ദേശീയ ഐക്യം, സമൂഹ പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി CISF സംഘടിപ്പിക്കുന്ന വന്ദേമാതരം തീരദേശ സൈക്ലത്തോൺ വെള്ളിയാഴ്ച കേരളത്തിലെത്തും. 25 ദിവസം 6,553 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ രാവിലെ കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട് വിഴിഞ്ഞം വഴി വർക്കലയിലും തുമ്പയിലും കൊല്ലത്തുമെത്തും. 130 CISF ഉദ്യോഗസ്ഥരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 10 സംസ്ഥാനങ്ങളിലെ 37 രാജ്യസഭാ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. വിജ്ഞാപനം ഈ മാസം 26-ന്. വോട്ടെടുപ്പ് മാർച്ച് 16-ന്. ഉൽപാദനം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിന് രാജ്യം മുൻഗണന നൽകുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. അതിദാരിദ്ര്യമുക്ത യജ്ഞത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മികച്ച സംഭാവന നൽകിയതായി മന്ത്രി MP രാജേഷ്. സംസ്ഥാന തദ്ദേശ ദിനാഘോഷം മന്ത്രി കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തന്ത്രി ഖണ്ഡരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ച് കൊല്ലം വിജിലൻസ് കോടതി. സംസ്ഥാനത്ത് റമദാൻ വ്രതാരംഭം നാളെ. ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള വലിയ നോമ്പിന് തുടക്കമായി. 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. മത്സരം രാത്രി 7 മണിക്ക്.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.